ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള വെല്ലുവിളികൾ കൂടി മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുസ്ഥലങ്ങൾ മലിനമാക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണ പരിപാടിയുടെ ഉദ്ഘാടനവും മഹാത്മാ ഗോത്ര സമൃദ്ധി പുരസ്കാര സമർപ്പണവും മുഖ്യമന്ത്രി നിർവഹിച്ചു. വൈദ്യുതി മുടങ്ങി നിശ്ചിത സമയത്തിനകം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഉപഭോക്താവിന് KSEB നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ICC വനിതാ T20 ലോകകപ്പിന് നാളെ ഷാർജയിൽ തുടക്കമാകും. ആദ്യ മത്സരം ബംഗ്ലാദേശും സ്കോട്ട്ലൻഡും തമ്മിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 155ാം ജന്മവാർഷികത്തിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം. രാജ്യത്തുടനീളവും വിദേശത്തും വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു. രാജ്ഘട്ടിലെ മഹാത്മാഗാന്ധി സമാധിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 120ാം ജന്മവാർഷികവും രാജ്യം ഇന്ന് സമുചിതമായി ആചരിക്കുന്നു. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിവിധ പരിപാടികൾ. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പുഷ്പാർച്ചന നടത്തി. കൊല്ലത്ത് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നടന്ന പദയാത്ര മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. പത്തനംതിട്ട കളക്ടറേറ്റ് അങ്കണത്തിലെ ഗാന്ധി പ്രതിമയിൽ മന്ത്രി വീണ ജോർജ് പുഷ്പാർച്ചന നടത്തി. ലക്ഷദ്വീപിലെ കവരത്തിയിൽ നടന്ന പ്രഭാതഭേരി മാർച്ചിൽ വിദ്യാർത്ഥികൾ, വനിതകൾ, സൈനികർ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. രാജ്യത്ത് ശുചിത്വം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ 9,600 കോടി രൂപയുടെ വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ റിഫൈനറിയിലെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റിന്റെ നിർമ്മാണത്തിനും പ്രധാനമന്ത്രി ഇതോടൊപ്പം തുടക്കം കുറിച്ചു. ബ്രഹ്മപുരം മാലിന്യ സംഭരണ കേന്ദ്രത്തിലെ മലിനീകരണ പ്രശ്നം ലഘൂകരിക്കാനാണ് സംരംഭം ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രതിബദ്ധതയുടെ തെളിവാണ് സ്വച്ഛതാ ദൌത്യത്തിന്റെ വിജയമെന്ന് ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള വെല്ലുവിളികൾ കൂടി മനസ്സിലാക്കേണ്ടത് പ്രധാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आजकल जो इकोनॉमी का एक मॉडल है यूज एंड थ्रो, वो भी एक कारण बनने वाला है. नए नए प्रकार के कूड़े कचरे आने वाले, इलेक्ट्रॉनिक वेस्ट आने वाला है. इसलिए हमें फ्यूचर की अपनी स्ट्रेटेजी को और बेहतर करना है. हमें आने वाले समय में कंस्ट्रक्शन में ऐसी टेक्नोलॉजी डेवलप करनी होगी जिससे रिसाइकल के लिए सामान का ज्यादा उपयोग हो सके. हमारा प्रयास होना चाहिए कि पानी का दुरुपयोग ना हो और वेस्ट पानी को ट्रीट करके इस्तेमाल करने के तरीके सहज बनने चाहिए. സംസ്ഥാനത്തെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കുന്നതിന് സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുമുള്ളവരുടെയും സഹകരണം ആവശ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം കൊട്ടാരക്കരയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുസ്ഥലങ്ങൾ മലിനമാക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങൾക്കിടയിൽ വർദ്ധിക്കേണ്ടതുണ്ട്. വർദ്ധിച്ചുവരുന്ന ജനസാന്ദ്രത മാലിന്യ നിർമ്മാർജ്ജനത്തിന് വെല്ലുവിളിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊട്ടാരക്കരയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പരിപാടിയുടെ ഉദ്ഘാടനവും പുലമൺ തോടിന്റെ പുനരുജ്ജീവന പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ധനമന്ത്രി KN ബാലഗോപാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. കുമരകം ഗ്രാമപഞ്ചായത്തിന്റെ മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ആദ്യമായാണ് ഒരു ഗ്രാമപഞ്ചായത്ത് മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് സ്ഥാപിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ശുചിത്വ പരിപാലനത്തിൽ കേരളത്തെ ഒന്നാമതെത്തിക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി P രാജീവ്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ മാലിന്യമുക്തമാക്കുന്നതിനായി 6 മാസത്തെ പ്രത്യേക കർമ്മ പദ്ധതി സർക്കാർ തയ്യാറാക്കിയതായും മന്ത്രി പറഞ്ഞു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെയും ഗാന്ധി ജയന്തിയുടെയും ഭാഗമായി സായുധസേനയും പ്രതിരോധ സംഘടനകളും ഇന്ന് തിരുവനന്തപുരത്ത് വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. സിനിമാ താരം ജോസ് കുര്യനും NCC തിരുവനന്തപുരം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ ആനന്ദും ചേർന്ന് തിരുവനന്തപുരം കേണൽ GV രാജ സ്പോർട്സ് സ്റ്റേഡിയത്തിൽ ക്യാമ്പയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരത്തിലെ വിവിധയിടങ്ങൾ ശുചീകരിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു. വൈദ്യുതി മുടങ്ങി നിശ്ചിത സമയത്തിനകം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഉപഭോക്താവിന് KSEB നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വോൾട്ടേജ് കുറഞ്ഞാലും നഷ്ടപരിഹാരം നൽകാൻ ബോർഡ് ബാധ്യസ്ഥരാണെന്ന് മന്ത്രി പറഞ്ഞു. ഉപഭോക്തൃ സേവന വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് കൊല്ലങ്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം.
വൈദ്യുതി മുടങ്ങിയാൽ നിശ്ചിത സമയത്തിനകം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഉപഭോക്താവിന് നഷ്ടപരിഹാരം KSEB നൽകേണ്ടതുണ്ട്. വോൾട്ടേജ് കുറഞ്ഞാലും നഷ്ടപരിഹാരം നൽകാൻ ബോർഡ് ബാധ്യസ്ഥരാണ്. ഇത് സംബന്ധിച്ച് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ഓരോ ഉപഭോക്താവിനും വായിച്ചു നോക്കണം. എല്ലാവരും തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ഈ അവകാശങ്ങൾ ഉപഭോക്താക്കൾ ഉപയോഗിക്കുമ്പോൾ അവർ ജീവനക്കാരെക്കെതിരെ ആണെന്ന് ജീവനക്കാരും കരുതേണ്ടതില്ല. ആത്യന്തികമായി KSEBയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് മാത്രമേ ഇത് ഉപകരിക്കുള്ളൂ. മാറുന്ന ലോകത്തിനൊപ്പം മുന്നേറാൻ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളെ പ്രാപ്തരാക്കുന്ന ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ട്രൈബൽ പ്ലസിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനം സൃഷ്ടിച്ച പഞ്ചായത്തിനുള്ള മഹാത്മാ ഗോത്ര സമൃദ്ധി പുരസ്കാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. ഈ മാസം 16 വരെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വനം വന്യജീവി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തേക്കടിയിൽ മന്ത്രി AK ശശീന്ദ്രൻ ഓൺലൈനായി നിർവഹിച്ചു. ഈ മാസം 8-ന് വാരാഘോഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ജനബോധ റാലി നടക്കും. റാലിയിൽ പങ്കെടുക്കുന്ന വിദ്യാലയങ്ങൾക്ക് മികവിന്റെ അടിസ്ഥാനത്തിൽ അവാർഡുകൾ സമ്മാനിക്കും. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന വനവിഭവ വിൽപ്പന പ്രദർശനമേള മന്ത്രി AK ശശീന്ദ്രൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കനകകാന്തി എന്ന പേരിൽ ഈ മാസം 8 വരെയാണ് മേള. മേളയോടനുബന്ധിച്ചുള്ള ട്രൈബൽ ഫുഡ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം മന്ത്രി OR കേളു നിർവഹിക്കും. സാംസ്കാരികോത്സവം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ജില്ലാതല പട്ടയമേള നാളെ നെയ്യാറ്റിൻകരയിൽ നടക്കും. മന്ത്രിമാരായ K രാജൻ, V ശിവൻകുട്ടി, GR അനിൽ എന്നിവർ ചേർന്ന് പട്ടയങ്ങൾ വിതരണം ചെയ്യും. 332 പട്ടയങ്ങളാണ് ജില്ലയിൽ വിതരണം ചെയ്യുന്നത്. ICC വനിതാ 2020 ലോകകപ്പിന്റെ 9ാം പതിപ്പിന് നാളെ ഷാർജയിൽ തുടക്കമാകും. ബംഗ്ലാദേശും സ്കോട്ട്ലൻഡും തമ്മിലാണ് ആദ്യ മത്സരം. മറ്റന്നാൾ ന്യൂസിലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. നവരാത്രി വിഗ്രഹ ഘോഷയാത്ര നാളെ തിരുവനന്തപുരത്തെത്തും. ഇതിന്റെ ഭാഗമായി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കളിയിക്കവിള കേരള പോലീസ്, റവന്യൂ, ദേവസ്വം അധികൃതർ ചേർന്ന് ഘോഷയാത്രയ്ക്ക് വരവേൽപ്പ് നൽകി. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ശേഷം ആലപ്പുഴ ജില്ലയിലെ കായലോര ടൂറിസം മേഖലയിൽ വലിയ ഉണർവാണുണ്ടായിട്ടുള്ളത്. നവരാത്രിയുടെ അവധി ആഘോഷിക്കാൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ആലപ്പുഴയിലേക്ക് എത്തുകയാണ്. ആലപ്പുഴയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി R രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ശേഷം ആലപ്പുഴ ജില്ലയിലെ കായലോര ടൂറിസം മേഖലയിൽ വലിയ ഉണർവാണ് ഉണ്ടായിട്ടുള്ളത്. വിദേശികളുടെ എണ്ണത്തിൽ വർധനവില്ല എങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ജനം കായലോര വിനോദസഞ്ചാര മേഖലയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നുണ്ട്. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ പേരും എത്തുന്നത്. കേരളീയർക്കും കായലോര ടൂറിസം മേഖലയോടുള്ള താല്പര്യം വർദ്ധിച്ചിട്ടുണ്ട്. കുടുംബസംഗമങ്ങൾക്കും വിവാഹ സൽക്കാരങ്ങൾക്കും ഇപ്പോൾ വലിയ ഹൗസ് ബോട്ടുകൾ വേദിയാവുന്നുണ്ട്. മിതമായ നിരക്കിൽ കായൽ ചുറ്റിക്കറങ്ങാൻ ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളും സർവീസുമായി രംഗത്തുണ്ട്. തിരുവനന്തപുരം വേറ്റിനാട് ഗാന്ധി സ്മാരക മണ്ഡപം മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള KSRTC സ്വിഫ്റ്റ് ബസ് സർവീസ് മന്ത്രി GR അനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. പേരൂർക്കട ബസ് ഡിപ്പോയിൽ നിന്ന് രാവിലെ 7 മണിക്ക് പുറപ്പെടുന്ന ബസ് കിഴക്കേക്കോട്ട പട്ടം നാലാഞ്ചിറ വഴി സർവീസ് നടത്തും. 7:50-ന് തിരികെ കിഴക്കേക്കോട്ടയിലേക്കും സർവീസ് ഉണ്ടാകും. കണ്ണൂർ നഗര റോഡ് വികസന പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കണ്ണൂർ മേലേച്ചൊവ്വ ഫ്ളൈ ഓവർ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ ട്രക്ക് ഉടമ മനാഫ് കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്യുന്നതായി ആരോപിച്ച് അർജുന്റെ കുടുംബം. അർജുന്റെ പേരിൽ പണപ്പിരിവ് നടക്കുന്നതായും കുടുംബം ആരോപിച്ചു. അതേസമയം തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ട്രക്ക് ഉടമ മനാഫ് നിഷേധിച്ചു. മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിച്ചു. കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിൽ ഉച്ചയോടെയായിരുന്നു ഗവർണർ സന്ദർശിച്ചത്. ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വഴിപാട് വള്ളസദ്യയ്ക്ക് സമാപനമായി. സമാപന ദിവസമായ ഇന്ന് 8 പള്ളിയോടങ്ങൾക്ക് സദ്യ ഒരുക്കിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള വെല്ലുവിളികൾ കൂടി മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുസ്ഥലങ്ങൾ മലിനമാക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണ പരിപാടിയുടെ ഉദ്ഘാടനവും മഹാത്മാ ഗോത്ര സമൃദ്ധി പുരസ്കാര സമർപ്പണവും മുഖ്യമന്ത്രി നിർവഹിച്ചു. വൈദ്യുതി മുടങ്ങി നിശ്ചിത സമയത്തിനകം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഉപഭോക്താവിന് KSEB നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ടെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. ICC വനിതാ 2020 ലോകകപ്പിന് നാളെ ഷാർജയിൽ തുടക്കമാകും. ആദ്യ മത്സരം ബംഗ്ലാദേശും സ്കോട്ട്ലൻഡും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.